എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇപ്പോൾ ഒരാഴ്ചയോളമായി ഒരു ചെറിയ ഷോർട്സോ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് കാരണം എന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും പനി പിടിച്ച് കിടക്കുമായിരുന്നു. ആക്ച്വലി ഇന്നാണ് ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് തിരിച്ച് കയറിയത്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ അറിയാം, ജലദോഷമുണ്ട്, നല്ല ബോഡി പെയിൻ ആണ്. പിന്നെ പനി വിട്ടതുകൊണ്ട് ഞാൻ തിരിച്ച് ഡ്യൂട്ടിക്ക് കയറിയെന്ന് മാത്രം. നമുക്ക് ഡ്യൂട്ടി കവർ ചെയ്ത് കൊടുക്കണമല്ലോ. നമുക്ക് വേണ്ടി ബാക്കിയുള്ള നമ്മുടെ കൊളീഗ്സിനെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കുന്നൊന്നും ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പനി വിട്ടപ്പോൾ വേറെ കുഴപ്പമില്ലാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ തിരിച്ചു കയറി. ഞാൻ പറഞ്ഞു വന്നത്, ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് 2 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവൾക്കും ഇതുപോലെ തന്നെ പനിയായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ അവൾക്ക് 40 സെൽഷ്യസിന് മേളിലോളം അവൾക്ക് പനി വന്നു. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അവൾക്ക് ആ പനി വന്നതിൻ്റെ കൂട്ടത്തിൽ അവൾക്ക് ഫിറ്റ്സ് വരാൻ കാരണം ബോഡി ടെമ്പറേച്ചർ ഹൈ ആയതുകൊണ്ടാണ് ഫിറ്റ്സ് വന്നത്. അപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മുടെ കൂടെ ഉള്ളവരും പെട്ടെന്ന് പേടിക്കും. അപ്പോൾ ഒരു ആൾക്ക് പെട്ടെന്ന് ഫിക്സ് വരുമ്പോഴേക്കും പേടിക്കാതിരിക്കുക. അത് നാച്ചുറലി പേടിക്കും. പക്ഷേ പേടിച്ചെങ്കിൽ പോലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന് പറയാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞിനെ വേഗം നിലത്തോട്ട് കിടത്തുക, അല്ലെങ്കിൽ കംഫോർട്ടായിട്ടുള്ള ഒരു പ്ലേസിലോട്ട് കുഞ്ഞിനെ അടുത്ത സൈഡിലോട്ട് തിരിച്ച് കിടത്തുക. ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ കൊച്ചിൻ്റെ ഡ്രസ്സുകൾ എത്രയും വേഗം അഴിക്കുക. ചെരിച്ച് കിടത്തിയതിന് ശേഷം വായിൽ എന്തെങ്കിലും സെക്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് ചെരിച്ച് കിടത്തുക എന്ന് പറയുന്നത്. അപ്പോൾ സെക്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോളും. പിന്നെ നാക്ക് പുറകിലോട്ട് അളന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുകയും ചെയ്യും. പിന്നെ എത്രയും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിലോട്ട് മെഡിക്കൽ അഡ്വൈസ് മെഡിക്കൽ അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഇത്. ഫസ്റ്റ് എയ്ഡ് നടന്ന് കുഞ്ഞിനെ ചെരിച്ചെടുക്കുക. അതല്ലാതെ നമ്മൾ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന പോലെ താക്കോൽ കൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരുമ്പിൻ്റെ സാധനങ്ങളോ ഒക്കെ കയ്യിൽ കൊടുക്കുക എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ്. അങ്ങനെ ഒരിക്കലും കയ്യിൽ കൊടുക്കരുത്. എപ്പോഴും കുഞ്ഞിൻ്റെയോ അല്ലെങ്കിൽ കുട്ടികളുടെയോ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ നോക്കിയിരിക്കുക. അതിന് വേണ്ട പാരസെറ്റാമോളോ ബ്രൂഫിൻ്റെ സിറപ്പുകളോ അങ്ങനെയൊക്കെയുള്ളത് കുട്ടികൾക്ക് കൊടുത്ത് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കുക, തുണി നനച്ചിടുക. അതല്ല അതിൽ കൂടുതൽ 40 മേളിലൊക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫിക്സ് വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും കെയർഫുൾ ആയിരിക്കണം കുട്ടികളിലും. പ്രത്യേകിച്ച് കുട്ടികൾ ബോഡി എന്ന് പറയുമ്പോൾ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് ഫിക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഫിക്സ് വന്നാൽ എന്താണ് നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ ചെരിച്ച് കിടത്തുക, കംഫോർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിലോട്ട് മാറ്റുക, അടുത്ത സൈഡിലോട്ട് ചെരിച്ച് കിടത്തുക, തലയും ബോഡി ചെരിഞ്ഞ് കിടക്കത്തക്ക രീതിയിൽ ചെരിച്ച് കിടത്തുക. പെട്ടെന്ന് ആംബുലൻസ് വരാൻ താമസിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഫിക്സ് അടുത്തടുത്ത് വരുന്നുണ്ടോ, അതിൻ്റെ ഡ്യൂറേഷൻ എത്ര മണിക്കൂർ കൊണ്ടല്ല അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് ഒരു ഫിക്സിന് ശേഷം അടുത്ത ഫിക്സ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ ചെക്കൗട്ട് ചെയ്യുക. അത് ആംബുലൻസ് വരുമ്പോൾ അവരെ അറിയിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പം അവരെ അറിയിക്കണം. അപ്പോൾ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ്. അത് ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ഇൻഫർമേഷനായിട്ട് വന്നത്. ആർക്കെങ്കിലും ഇത് ഉപയോഗപ്പെടുന്നെങ്കിൽ അത് ഷെയർ ചെയ്യുക, എല്ലാവരിലോട്ടും ഈ ഇൻഫർമേഷൻ അറിയിക്കുക.